ഇനി എല്ലാ സംഘടനകളും ഏറ്റെടുക്കാൻ പോവാണ്. എല്ലാ സംഘടനകളും ഇത് ഏറ്റെടുക്കാൻ പോവാണ്. പേര് മാറിയേക്കാം, സ്വാഭാവികമാണല്ലോ. പക്ഷെ ഇതിന്റെ പൾസ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംഘടനകളും ഈ അർത്ഥത്തിലുള്ള വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുമെന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നല്ലതാണ്. നമ്മൾ ഒരു പേര് പോലെ തന്നെ ധർമ്മസമരത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ വിദ്യാർത്ഥികളോട് ഒരു ജ്യേഷ്ഠ സുഹൃത്ത് എന്ന നിലക്ക് പറയാനുള്ളത്, നമ്മൾ മുഷ്ടി ചുരുട്ടി വായിലെറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കലായി, പ്രായോഗികമായി ഈ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്ത് മാറ്റമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. ഇപ്പൊ ഇവിടെ ആ 11-ാം തീയതി നടക്കുന്ന ഒരു സമ്മേളനം മാത്രമല്ല, അതിന്റെ മുന്നോടിയായി ഇവിടെ സമ്മേളനങ്ങൾ നടക്കുന്നു. സൊല്യൂഷൻ എന്ന പേരിൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. ഇതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വീടുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ ഒരു സമ്മേളനം കൊണ്ട് അവസാനിക്കുകയല്ല. ഇതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് വിദ്യാർത്ഥി സമൂഹം അധാർമികതയുടെ, അവർ അറിഞ്ഞോ അറിയാതെയോ അധാർമികതയുടെ പടുഗർത്തത്തിലേക്ക് ഇങ്ങനെ വീണു പോകുന്ന ഒരു സമയമാണ്. അവിടെ 15ഉം 16ഉം 18ഉം 19ഉം 20ഉം ടീനേജ് പ്രായമുള്ളവരും അതിനപ്പുറം കുറച്ചുകൂടി പ്രായമുള്ളവരുമൊക്കെ വഴിതെറ്റി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഈ സമയത്ത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ അംഗമായി നിന്ന് ഒരു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷനുള്ള വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ മക്കള് വിസ്ഡം സ്റ്റുഡൻസിന്റെ കൂടെയാണ്. അപ്പൊ അവരുടെ കരുതലുണ്ടാകും. ആ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരറിയും. അവരെ തിന്മയിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു വലിയ സംവിധാനമാണിത്. അപ്പൊ അത് എന്താ പറയാ, സക്രിയമായി സജീവമായി തുടരുക എന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനുള്ളത്. ധാർമ്മികമായി അധപതിച്ചു പോകുന്ന ആളുകൾക്കുള്ള ഉപദേശം കൂടെ. അപ്പോൾ ക്യാമ്പസുകളിൽ വളരെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ വിസ്ഡം സ്റ്റുഡൻസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏർപ്പാടിൽ നിന്ന്, ഈ പ്രക്രിയയിൽ നിന്ന്, ഈ ദഅ്വ രംഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പിറകോട്ട് പോകാതെ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സീമകൾ അതിരുലംഘിക്കാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ധർമ്മസമരത്തിന്റെ മേഖലയിൽ നമ്മൾ ഉണ്ടാവണം. അത് നിയമാനുസൃതമായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളോട്, അന്യ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്.